ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ശരിക്കും ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റോടു കൂടി നമുക്കിത് ലഭിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉണങ്ങലരിയാണ്. ഈ ഉണക്കലരി എന്ന് പറയുന്ന അരി 100 ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുക്കറിലിട്ട് വേവിക്കുക. വേഗത്തിൽ വെന്ത് കിട്ടാനാണ് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്കത് കുറുകിയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 2 കപ്പ് മതി. നമ്മൾ പായസം വയ്ക്കാനുള്ള പാത്രം എടുക്കുന്നു. അതിലേക്ക് മിൽമയുടെ സൂപ്പർ റിച്ച് പാലാണ് ഞാൻ എടുക്കുന്നത്. കാരണം നല്ലൊരു കൊഴുപ്പുള്ള പാലാണെങ്കിൽ നല്ല സുഖമായിട്ട് നല്ല കൊഴുത്ത പാൽപ്പായസം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാത്രത്തിലേക്ക് പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ അരിയും വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി കുക്കറിൽ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പാൽ ഓൾറെഡി തിളച്ചതാണ്. അതേപോലെ തന്നെ നമ്മൾ അരിയും നല്ലോണം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുറേ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 100 ഗ്രാം അരിയാണ് എടുത്തത്. അതിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പാല് നമ്മൾക്ക് കുറുക്കി ഉണ്ടാക്കണം. ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മൾ പായസം കുറുക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മളുടെ പാലിന് ഒരു പിങ്ക് കളറൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് എടുക്കുക. നല്ലോണം വെന്തത് കൊണ്ട് തന്നെ വളരെ വേഗം കുറുകിയിട്ടും വരും കേട്ടോ നമ്മളുടെ പായസം. ഇനി നമ്മൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുന്നു. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പഞ്ചസാരയും കൂടി ആവുമ്പോൾ തന്നെ നമ്മളുടെ പാലൊന്ന് കുറുകി വരും കൂടി ചെയ്തിട്ട് നമ്മളുടെ ഒരു പിങ്ക് കളറിലേക്ക് ഇത് എത്തിച്ചേരും കേട്ടോ. പായസത്തിൽ നമ്മൾ ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. പാൽപ്പായസത്തിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ പാൽപ്പായസമാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായി ചേർക്കുന്നത് ബട്ടറാണ്. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ചേർത്തു. നമുക്ക് നെയ്യ് ചേർക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ബട്ടർ ചേർത്താൽ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ വളരെ പെട്ടെന്ന് സൂപ്പറായിട്ടുള്ളൊരു പാൽപ്പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഓണത്തിന് സദ്യക്ക് ഈ പാൽപ്പായസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്